ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ അന്ന് രാവിലെ തന്നെ നല്ലൊരു പണിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തേങ്ങയൊക്കെ ഇതാ പൊളിച്ചിട്ട് വെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ബിച്ചിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയിടാണ് പണി. അതെയോ? അപ്പം നല്ല തേങ്ങ വെള്ളമൊക്കെ ഇതാ അവിടെ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് ഇതാ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് കുറച്ചൊന്ന് തണുത്തതിൻ്റെ ശേഷം കുടിച്ചു കേട്ടോ. അപ്പം നല്ല രസമായിരിക്കും കേട്ടോ അത്. ഇനിയിപ്പോൾ ഈ തേങ്ങയൊക്കെ എടുത്തിട്ട് ഇതാ ബിച്ചിൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് കേട്ടോ കൊണ്ടുപോയി വെക്കണത്. അവിടെ നല്ല വെയിലാണ് കേട്ടോ. ആദ്യമൊക്കെ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിനി. അത് ഇപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേന് നല്ല മഴക്കാറുള്ളതുകൊണ്ട് തന്നെ അവിടെ ഇട്ടാൽ പെട്ടെന്ന് മഴ പെയ്താൽ ഓടിയെത്താൻ കഴിയൂലല്ലോ. അപ്പോൾ ഇവിടെ മുറ്റത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഇതൊടുന്ന ഈ ഷീറ്റ് ബെഡിൻ്റെ അത് ഫസ്റ്റ് അയ്യാ ആരൊക്കെ എത്തിത്ത ഫസ്റ്റ് അയ്യാ ലാസ്റ്റ് അയ്യാ തേങ്ങ ചിക്കിയ കോലം നോക്കി അങ്ങനെ ഇപ്പോൾ തേങ്ങയൊക്കെ ചിക്കി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും കൂടി ആയപ്പോൾ പെട്ടെന്ന് തീർന്ന്. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പം ചക്ക കൂട്ടാൻ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചക്കൊക്കെ വെട്ടുകയാണ് കേട്ടോ. നീയാ എവിടുന്ന ചക്ക കെട്ടിയേ? നല്ലോണം നാളെ പോക്കൂലേ അപ്പോൾ ഈ ഒരു ചക്കതാ തിരുവാലിയിൽ നിന്ന് ഇപ്പോൾ വന്നപ്പം കൊടുന്നാണ് കേട്ടോ. അവിടെ കൂട്ടാൻ വെക്കാൻ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചക്ക കൂട്ടാനൊക്കെ. അപ്പം ഇവിടെ ചക്ക അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്ലാവ് ഉണ്ടായിനി, അത് വെട്ടിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചക്ക ഇട്ടപ്പോൾ ഇപ്പം അതും കൊണ്ട് വന്നതേനി. അത്യാവശ്യം വലിയ ചക്കയാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ ഒരു പീസ് 4 കഷ്ണമാക്കിയിട്ട് എന്നോടത്തേക്കും കൊടുത്ത്. എന്താ സാധനം? എന്നത്താണത്? കൊത്തേനാണത്. ഇതൊക്കെ പാടെ ഈ കൊലത്ത് തന്നെയാണത്. ഇത്രയും ചക്ക കിട്ടി നിങ്ങൾക്ക് കൊണ്ടുവന്ന ചക്ക കിട്ടി. അപ്പോൾ ചക്കൻ്റെ പശ ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെ ഒരു കോലിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. പണ്ടൊക്കെ ഞങ്ങൾ പെരുന്നാൾക്ക് ഉമ്മ ഞങ്ങൾക്ക് മൈലാഞ്ചി ഇട്ടുന്നതിന് ഇതുപോലെ ഈ ഒരു പശ ഒരുക്കിയിട്ട് കയ്യിലോരോ പുള്ളി ഇട്ടെന്നിട്ട് മൈലാഞ്ചി അരച്ചിട്ട് അങ്ങനെ കൈമ കൂടെ ഒന്നായിട്ടിട്ട് തന്നേന്. അപ്പോൾ ഈ സംഭവം കണ്ടപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. പോയതാവല്ലേ ചക്കന്ന് കൊണ്ടുവെക്കാം. അതിന് ഓട്ട എത്രത്തോളം മുള്ളോണ്ട് പെരുവാണ്. അപ്പം നല്ല പഴുത്ത നാടൻ മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ടായിനി. അപ്പോൾ പിന്നെ ഞാനത് ഒരെണ്ണെടുത്ത് കഴിച്ച്. അപ്പോൾ ഇതിങ്ങനെ ചെത്താതെ കഴിക്കുന്നതാണല്ലോ രസം. അപ്പം എനിക്കൊരു പേടിയാട്ടോ, കോഴിക്കളുണ്ടെങ്കിൽ കാണൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെത്തി കഴിച്ച്. പിന്നെ തണുത്ത നല്ല മധുരമുള്ള തേങ്ങ വെള്ളം എല്ലാവരും കുടിച്ചു കേട്ടോ. പച്ച രസമല്ലേ പഞ്ചക്കത് ചെറിയില്ല, ഏതായാലും മൂപ്പായിട്ടില്ല. അപ്പം ഉമ്മ ഇതാ ഇവിടെ കൂട്ടാൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചക്കൻ്റെ. അപ്പോൾ ഉമ്മ ഇങ്ങനെ അരിയുമ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്ത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ.
അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നെടുത്ത് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് നല്ല ചീത്തയും കിട്ടുന്നുണ്ട് കേട്ടോ, അരിഞ്ഞ് വെച്ചെടുക്കാതെ മറ്റേ എടുത്ത് കഴിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഇതിന്ന് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന് പിന്നെ കൈയിട്ട് വാരിയപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് നല്ല ചീത്ത കിട്ടി കേട്ടോ. അപ്പോൾ പിന്നെ വേറെ എടുത്ത് കഴിച്ചു. പുളിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. എന്നാലും ഈ ഒരു പച്ചച്ചക്ക ഇതുപോലെ അരിഞ്ഞത് കഴിക്കുമ്പോൾ എന്താ അറിയില്ല, അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഇനി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മുരിങ്ങൻ്റെ ഇല, ഈ ചക്കൻ്റെ കുരു മുരിങ്ങയിലയും വെച്ചിട്ട് ഒരു കറിയാണ് റെഡിയാക്കണത്. അപ്പോൾ അതിലേക്കുള്ള മുരിങ്ങയൊക്കെ ഊരിയിട്ട് കറിയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ ഈ ഒരു കറി ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ. തേങ്ങ ഒക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ഇതിലാറ് കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഇതിക്കിപ്പോൾ തേങ്ങ നരച്ചിട്ടില്ല. അതേപോലെ ചിക്കൻ കൊണ്ട് കടായി പോലെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാനിവിടെ മോങ്ങത്ത് ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട്, അതിലേക്ക് വന്നതാണ് കേട്ടോ തെറാപ്പി ചെയ്യാൻ വേണ്ടി. ആദ്യം ഞാൻ മഞ്ചേരി എനിക്ക് കാണിച്ചിനി, അതിൻ്റെ ശേഷം പിന്നെ ഇവിടെ മോങ്ങത്താക്കിയിട്ടോ കാണിക്കൽ. അപ്പോൾ ഞാൻ വിച്ചിൻ്റെ കൂടെ ഓട്ടോയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ അത് ചെയ്യാൻ വേണ്ടി വന്നത്. ഇന്ന് രാവിലെ വരലുണ്ട്, ഇന്നിപ്പോൾ തിരക്കായതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരമാണ് പോകുന്നത് കേട്ടോ. പിന്നെ മോങ്ങത്ത് ഹിൽ ടോപ്പിൻ്റെ അടുത്തുള്ള ഈ ഒരു ആൽമരം ഉണ്ടല്ലോ, ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഉമ്മാൻ്റെ വരേക്ക് നിൽക്കാൻ വന്ന ആ ഒരു കാലം ഓർമ്മ വരും കേട്ടോ. കാരണം ഞങ്ങൾ ഈ ഒരു ആൽമ കുറേ ആടിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഇതിലെ പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇതാ ഒരു ഓർമ്മയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.